ലഹരിമുക്ത കേരളത്തിന് വേണ്ടി 100-ലേറെ ചിത്രകാരന്മാർ പങ്കെടുത്ത കളേഴ്സ് ഓഫ് ഹോപ്പിന് വേദിയായി കൊച്ചി വൈറ്റില വാട്ടർ മെട്രോ ടെർമിനൽ. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള സ്വാതന്ത്ര്യമാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നൽകി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100-ലേറെ കലാകാരന്മാർ വൈറ്റില വാട്ടർ മെട്രോ ടെർമിനലിൽ ഒത്തുചേർന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവധിക്കെത്തിയ ഡോക്ടർമാർ മുതൽ ഭിന്നശേഷിക്കാരായ കുട്ടികളും NCC കേഡറ്റുകളും തുടങ്ങി ജീവിതത്തിന്റെ നാനാ തുറകളിലുള്ളവർ പരിപാടിയുടെ ഭാഗമായി. നാടിനായി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നതിൽ വലിയ സന്തോഷമെന്ന് പരിപാടിയിൽ പങ്കെടുത്തവർ പറഞ്ഞു. എൻ്റെ പേര് ഡോക്ടർ സുനില. ഞാൻ ബഹ്റൈനിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു വെക്കേഷന് വേണ്ടിയിട്ട് നാട്ടിൽ വന്നതാണ്. ഇങ്ങനെ ഒരു ഇവൻറ്റ് വന്നപ്പോൾ ഇറ്റ്സ് ഫോർ എ ഗുഡ് കോസ്, സോ തോട്ട് ഓഫ് ജോയിനിങ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരുപാട് ടാലൻറ്റഡ് ആർട്ടിസ്റ്റ് ഉണ്ട്. ആൻഡ് ഇതൊരു ഇമ്പാക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. മോൻ്റെ പേര് അഞ്ജൻ സതീഷ് എന്നാണ്. കാരിക്കേച്ചറും കാർട്ടൂണും ഒക്കെ വരയ്ക്കുന്നത് ഇപ്പോൾ നേരത്തെ കുഞ്ഞിലെ മുതലേ വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ ഈ തൂഫാൻ്റെ ഭാഗമായിട്ട് ഇവിടെ 100ഓളം ആർട്ടിസ്റ്റുകളുടെ കൂടെ പങ്കെടുക്കുകയാണ് ഈ പരിപാടിയിൽ. തൂഫാൻ്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പും 2 പരിപാടിയിൽ അഞ്ജൻ പങ്കെടുത്തിട്ടുണ്ട്. റോട്ടറി ക്ലബ് ഓഫ് കളമശ്ശേരി പ്രഷ്യൻ ബ്ലൂ ആർട്ട് ഹബ്ബുമായി സഹകരിച്ച് നടത്തിയ കളേഴ്സ് ഓഫ് ഹോപ്പ് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ചിത്രമെഴുത്തുകാര്, പെയിന്റേഴ്സ് എല്ലാവരുമായി ഞാൻ സംസാരിച്ചു. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ജനങ്ങളെ നയിക്കുന്ന തീമാണ് മൊത്തം 70% ആളുകളും ചൂണ്ടിക്കാണിക്കുന്നത്. ഡ്രഗിന്റെ ചങ്ങൽ പൊട്ടിച്ച് അവർ വെളിച്ചത്തിലേക്ക് നീങ്ങുന്നു. ഈ കൺസെപ്റ്റ് അതിമനോഹരമായിട്ടാണ് ഈ ചിത്രങ്ങളൊക്കെ പെയിന്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കേരളം മുഴുവൻ ഈ മയക്കുമരുന്ന് മാഫിയക്കെതിരായിട്ടുള്ള ജനകീയ മുന്നേറ്റമാണ്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. TJ വിനോദ് MLA, കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ, DCP അശ്വതി തുടങ്ങി നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ചിത്രരചനയിൽ പങ്കെടുത്തവരെ വിശിഷ്ടാതിഥികൾ അഭിനന്ദിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.